നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വേനൽച്ചൂട് വളരെ കൂടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വേനൽച്ചൂട് കൂടുന്നതിനൊപ്പം പലതരം വേനൽക്കാല രോഗങ്ങളും കണ്ടുവരുന്നുണ്ട്. വേനൽ കൂടുമ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ് ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം. ഹീറ്റ് സ്ട്രോക്കിനെ അഥവാ സൂര്യാഘാതത്തെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ ഹേമന്താണ്. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, വേനൽ കൂടുമ്പോൾ പലപ്പോഴും കേൾക്കുന്ന ഒരു സംഭവമാണ് ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് സൂര്യാഘാതം കൂടുതലായും കണ്ടുവരാറുള്ളതെങ്കിലും ഇന്ന് കേരളത്തിലും സൂര്യാഘാതം കൂടുതലായും കണ്ടുവരുന്നുണ്ട്. എന്താണ് സൂര്യാഘാതം? അത് കേരളത്തിൽ സൂര്യാഘാതം കൂടാനുള്ള കാരണം എന്താണ്? നോർമലി നമ്മുടെ മനുഷ്യ ശരീരത്തിലെ താപനില അഥവാ ഹീറ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പ്രധാനമായും രണ്ട് മെക്കാനിസം വഴിയാണ്. ഒന്ന്, അതിനുള്ളിലെ കോശങ്ങളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ അഥവാ മെറ്റബോളിക് റിയാക്ഷൻ വഴി ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഒരു ചൂടുള്ള അന്തരീക്ഷത്തിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഫാക്ടേഴ്സും നമ്മുടെ താപനിലയെ സ്വാധീനിക്കുന്നുണ്ട്. സാധാരണ ഒരു ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 36 ഡിഗ്രി സെൽഷ്യസ് മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉള്ളത്. ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ചിലാണ് നമ്മുടെ ശരീരത്തിനുള്ളിലെ പ്രധാനപ്പെട്ട രാസപ്രവർത്തനങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ടെമ്പറേച്ചർ റേഞ്ച് അഥവാ 36 മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് ക്രമീകരിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള തെർമോ റെഗുലേറ്ററി മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ശരീരത്തിലെ ചൂട് കൂടുകയാണെങ്കിൽ അഥവാ ആന്തരിക താപനില കൂടുകയാണെങ്കിൽ എക്സസ് ആയി വരുന്ന ഹീറ്റിനെ ഹീറ്റ് ട്രാൻസ്ഫർ മെക്കാനിസംസ് ആയ അതായത് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, ഇവാപറേഷൻ അഥവാ ബാഷ്പീകരണം മുതലായ പ്രവർത്തനങ്ങളിലൂടെ അത് പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മളിപ്പോൾ ചൂടുള്ള ഒരു എൻവയോൺമെന്റിലേക്ക് അല്ലെ അന്തരീക്ഷത്തിലേക്ക് പെട്ടെന്ന് പോകുമ്പോൾ നമ്മൾ നന്നായിട്ട് വിയർക്കും. ഈ വിയർക്കുക എന്നത് തന്നെ നമ്മുടെ ശരീരത്തിൽ ചൂടിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഡിഫെൻസീവ് മെക്കാനിസമാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന വിയർപ്പ് തുള്ളികളെ ബാഷ്പീകരിച്ച് പോകുന്നതിനാവശ്യമായ ചൂട് നമ്മുടെ ശരീരത്തിൽ നിന്നാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബാഷ്പീകരണം നമ്മുടെ ശരീരത്തിന്റെ ചൂട് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞ പോലെയുള്ള തെർമോ റെഗുലേഷൻ മെക്കാനിസം പരാജയപ്പെടാറുണ്ട്. ഇങ്ങനെ ഉണ്ടാവുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ആന്തരികമായുള്ള താപനില അഥവാ കോർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നോർമലിനേക്കാളും വളരെയധികം കൂടുതലായി മാറുന്നു. ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സെല്ലുകൾ അല്ലെങ്കിൽ കോശങ്ങളിലുള്ള രാസപ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ നമ്മുടെ ശരീരത്തിനുള്ളിൽ നടക്കുന്ന മെറ്റബോളിക് റിയാക്ഷനോ കറക്റ്റായി നടക്കാതെ വരികയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി കൂടുതലായി മറ്റവയവങ്ങളെയും അതായത് കരൾ, വൃക്ക, ഹൃദയം, നാഡീവ്യൂഹം, രക്തം കട്ടപിടിക്കുന്ന കാര്യങ്ങൾ എന്നിവയിലൊക്കെ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ ആന്തരികമായ താപനില അഥവാ കോർ ടെമ്പറേച്ചർ വളരെയധികം കൂടുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വളരെ ഗുരുതരമായ ഒരു അവസ്ഥയാണ് സൂര്യാഘാതം എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ കൂടുതലായി ഉത്തരേന്ത്യയിലും ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെയാണ് സൂര്യാഘാതത്തെ കുറിച്ച് കൂടുതലായി കേട്ടിരുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ താപനില അല്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥയുടെ തന്നെ ഗുണങ്ങളായിരുന്നു. അവിടെയുള്ള കാലാവസ്ഥ എപ്പോഴും ചൂട് കൂടി വരണ്ട കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള ചൂട് കൂടിയ വരണ്ട കാലാവസ്ഥയിലെ ബാഷ്പീകരണ നിരക്ക് അല്ലെങ്കിൽ ഇവാപറേറ്റീവ് റേറ്റ് വളരെ കൂടുതലായിട്ടാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ ചൂടിന് വിയർക്കുന്നത് പോലും നമ്മൾ അറിയാറില്ല എന്നത്. അതിന്റെ കാരണം അത്രയും കൂടുതലായിരിക്കും ഇവാപറേറ്റീവ് നിരക്ക് അഥവാ ബാഷ്പീകരണത്തിനുണ്ടാകുന്ന നിരക്ക്. അതിന്റെ ഭാഗമായി ശരീരത്തിലെ ജലാംശം പെട്ടെന്ന് തന്നെ കുറയും. ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ പെട്ടെന്ന് കുറയുന്ന അവസ്ഥ വരെ ഉണ്ടാകാം. ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ ഈ തെർമോ റെഗുലേറ്ററി മെക്കാനിസം പരാജയപ്പെടുന്നതിന്റെ ഭാഗമായാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കൂടുതലായി സൂര്യാഘാതം ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. പക്ഷെ ഇന്ന് കേരളത്തിലെ സ്ഥിതിയും വ്യത്യാസമാണ്. ആഗോള താപനത്തിന്റെയും മറ്റ് പല പ്രതിഭാസങ്ങളുടെയും ഭാഗമായി കേരളത്തിലെയും താപനില ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രയും പെട്ടെന്നുണ്ടാകുന്ന താപനിലയിലുള്ള കൂടുതലിലേക്ക് നമ്മുടെ ശരീരം പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് സൂര്യാഘാതം പോലെയുള്ള കാര്യങ്ങൾ കേരളത്തിലും കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ശരി ഡോക്ടർ, വ്യക്തമാണ്. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. എരുമേലിയിൽ നിന്ന് രമേശാണ്. രമേശ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം ഡോക്ടർ. നമസ്കാരം, ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, കേൾക്കാം. ഹലോ ഡോക്ടർ, നമസ്കാരം. നമസ്കാരം, ചോദിച്ചോളൂ, കേൾക്കാം. ഡോക്ടറെ, ഒരു സംശയം ചോദിക്കാനാണ് ചോദിക്കുക. അബദ്ധവശാൽ വെയിൽ കൊണ്ട് ജോലി ചെയ്യുന്നവരോ അങ്ങനെയുള്ള ജോലിക്കാർക്ക് ഈ അബദ്ധവശാൽ സൂര്യാഘാതം ഉണ്ടായി കഴിഞ്ഞാൽ
ഭാവിയിൽ അവർക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളോ ത്വക്ക് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ സ്ട്രോക്ക് വന്നവർക്ക് ഈ സൂര്യാഘാതം ഉണ്ടായാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? ഇതാണ് ചോദ്യം. സൂര്യാഘാതം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ചൂട് കൂടുന്നതിന്റെ ഭാഗമായി ഉണ്ടാവുന്ന വ്യതിയാനങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ. പക്ഷെ നേരിട്ട് സൂര്യരശ്മികൾ ഏൽക്കുമ്പോൾ അതിൽ നിന്നുള്ള ചില ദോഷകരമായ കിരണങ്ങൾ, ഇപ്പം യു വി ലൈറ്റ്, ഇപ്പം കേരളത്തിലൊക്കെ ആണെങ്കിലും പല സ്ഥലത്തും യു വി റേസിന്റെ പുറത്തേക്ക് വരുന്ന ലിമിറ്റ് വളരെ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പം ഇത്തരം പദാർത്ഥങ്ങൾ ഒരു പക്ഷേ ത്വക്ക് ജന്യമായ ക്യാൻസറിനും മറ്റും ഉണ്ടാവാനുള്ള, അതായത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ ജനിതകപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ യു വി റേസ് അല്ലെ ഈ വരുന്ന ദോഷകരമായ പദാർത്ഥങ്ങൾ. പിന്നെ ഈ പറഞ്ഞതുപോലെ മറ്റ് അസുഖങ്ങളുള്ളവരിൽ, അതിപ്പം ഹൃദയ സംബന്ധമായതായിരിക്കാം, അല്ലെ വൃക്ക സംബന്ധമായതായിരിക്കാം, അല്ലെ കരൾ സംബന്ധമായ അസുഖമുള്ളവരിലൊക്കെ സൂര്യാഘാതം വരാനുള്ള സാധ്യത കൂടുതലാണ്. ശരി ഡോക്ടർ, പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. സൂര്യാഘാതം എന്ന അവസ്ഥ എത്രത്തോളം ഗുരുതരമാണ്? എല്ലാവർക്കും സൂര്യാഘാതം ഉണ്ടാവാനുള്ള സാധ്യത ഒരേപോലെയാണോ? സൂര്യാഘാതം എന്ന് പറയുന്ന ഒരു മെഡിക്കൽ എമർജൻസി അഥവാ വളരെ ഗുരുതരാവസ്ഥയിലുള്ള ഒരു രോഗം തന്നെയാണ്. ചില ആൾക്കാരിൽ മരണം വരെ ഈ സൂര്യാഘാതം കൊണ്ട് സംഭവിക്കാറുണ്ട്. നോർമലി സൂര്യാഘാതം രണ്ട് തരത്തിലാണ് പറയപ്പെടുന്നത്. ഒന്ന് ക്ലാസിക്കൽ ഹീറ്റ് സ്ട്രോക്ക് എന്നും മറ്റൊന്ന് എക്സേഷണൽ ഹീറ്റ് സ്ട്രോക്ക് എന്നും. പേര് പോലെ തന്നെയാണ്. ക്ലാസിക്കൽ ഹീറ്റ് സ്ട്രോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് പ്രായം ചെന്നവരിലും മറ്റ് അസുഖമുള്ളവരിലുമാണ് കൂടുതലായിട്ട് കാണുന്നത്. അതായത് നമ്മളൊരു ചൂട് കൂടിയ അന്തരീക്ഷത്തിലേക്ക് പെട്ടെന്ന് നമ്മൾ എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിന് അത് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. അതിന്റെ ഭാഗമായി നമ്മുടെ കോർ ടെമ്പറേച്ചർ, താപനില കൂടുന്ന അവസ്ഥയാണ് ക്ലാസിക്കൽ ഹീറ്റ് സ്ട്രോക്കിൽ സാധാരണ രീതിയിൽ കണ്ടുവരുന്നത്. അപ്പം ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് അഡാപ്റ്റീവ് മെക്കാനിസം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ ആവശ്യത്തിന് വിയർപ്പോ സ്വെറ്റിങ്ങോ അല്ലെ അതിന്റെ ഡിഫൻസീവ് മെക്കാനിസമോ വേണ്ട രീതിയിൽ ആക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ സ്കിന്ന് മിക്കവാറും ഡ്രൈ ആവുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഡ്രൈ ഹീറ്റ് സ്ട്രോക്ക് എന്നുകൂടി അറിയപ്പെടാറുണ്ട്. കൂടാതെ ശരീരത്തിലെ ജലാംശം കുറഞ്ഞവരില്, അതുപോലെ മറ്റ് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ, ഇത്തരം മരുന്നുകൾ ചിലപ്പോൾ ഈ തെർമോ റെഗുലേഷൻ മെക്കാനിസത്തിനെയും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന വിയർപ്പിന്റെ അളവിനെ വരെ നിയന്ത്രിക്കാൻ കഴിവുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ളവരിലും കൂടുതലായിട്ട് ഈ ക്ലാസിക്കൽ ഹീറ്റ് സ്ട്രോക്ക് കാണാറുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നതാണ് എക്സേഷണൽ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇവിടെ നമ്മുടെ സാധാരണ അന്തരീക്ഷത്തിലെ ചൂട് കൂടിയ സമയങ്ങളിൽ തന്നെ നമ്മൾ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുകയാണ്. അതായത് വർക്ക് ആവാം, അല്ലെങ്കിൽ സാധാ ജിമ്മിലെ വർക്കൗട്ട് ആയിരിക്കാം. അങ്ങനെയുള്ള എക്സസൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മുടെ ശരീരത്തിനുള്ളിൽ കൂടുതലായി ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പം നമ്മുടെ ശരീരത്തിന് പുറത്തേക്ക് പോകുന്ന ഹീറ്റും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹീറ്റും തമ്മിലൊരു ഇംബാലൻസ് ഡെവലപ്പ് ചെയ്യും. അതിന്റെ ഭാഗമായി നമ്മുടെ കോർ ടെമ്പറേച്ചർ വളരെയധികം കൂടുകയും ചെയ്യുന്നു. ഇതാണ് എക്സേഷണൽ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഈ ചൂടിന് താഴെ പണിയെടുക്കുന്ന കൽപ്പണിക്കാർ, അതേപോലെ പോലീസുകാരിൽ, ഇവരിലൊക്കെയാണ് ഈ പറഞ്ഞതുപോലെ എക്സേഷണൽ ഹീറ്റ് സ്ട്രോക്ക് കൂടുതലായിട്ട് വരാൻ ഉള്ള സാധ്യത ഉള്ളത്. പിന്നെ ഇത് രണ്ടിലും വരാതെ മറ്റൊരു വിഭാഗമാണ് കൺഫൈൻമെന്റ് ഹൈപ്പർ പൈറക്സിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു തരം ക്ലാസിക്കൽ ഹീറ്റ് സ്ട്രോക്കിന്റെ ഉപവിഭാഗമായിട്ട് നമുക്ക് പറയാം. ഈ ഒരു കണ്ടീഷൻ മിക്കവാറും നമ്മൾ പലരും അനുഭവിച്ചിട്ടുള്ളത് തന്നെയായിരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു അടച്ചിട്ടിരിക്കുന്ന റൂമുകളിലേക്ക് നിങ്ങൾ പെട്ടെന്ന് കയറി ചെല്ലുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഉഷ്ണം നമുക്ക് അനുഭവപ്പെടാം. അതേപോലെ സൂര്യനെ താഴെ നിർത്തിയിട്ടിരിക്കുന്ന കാറിലാണെങ്കിലും പെട്ടെന്ന് കയറി ചെല്ലുമ്പോൾ കൂടുതലായിട്ടുള്ള ചൂട് അനുഭവപ്പെടാം. ഇതിനെയാണ് കൺഫൈൻമെന്റ് ഹൈപ്പർ പൈറക്സിയ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷനിലേക്ക് ചെറിയ കുട്ടികളൊക്കെ പെട്ടെന്ന് എക്സ്പോസ് ചെയ്യുമ്പോൾ, അല്ലെ ഈ ഒരു കണ്ടീഷനിൽ കുറെ നേരം നമ്മൾ ഇരിക്കുകയാണെങ്കിൽ അത് ഈ ക്ലാസിക്കൽ ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൂര്യാഘാതമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മൾ ഈ കുട്ടികളെ വണ്ടിയിൽ ഇരുത്തി ലോക്ക് ചെയ്ത് സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ ചൂട് കൂടിക്കഴിഞ്ഞാലും അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയിലാണ് ഈ പറഞ്ഞ പോലെയുള്ള ഈ കൺഫൈൻമെന്റ് ഹൈപ്പർ പൈറക്സിയ കാരണമുള്ള ക്ലാസിക്കൽ ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ അടച്ചുറപ്പുള്ള ഒരു റൂമിൽ, വായു സഞ്ചാരം കുറഞ്ഞ റൂമുകളിലൊക്കെ ഇരിക്കുമ്പോഴും ഈ പറഞ്ഞ പോലെ കൺഫൈൻമെന്റ് ഹൈപ്പർ പൈറക്സിയ കാണാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രായമായവരിലും മറ്റ് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരിലും അതേപോലെ ഡയറക്റ്റ് സൂര്യപ്രകാശത്തിൽ വർക്ക് ചെയ്യുന്നവരിലുമാണ് കൂടുതലായിട്ട് ഈ ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ഉസ്മാനാണ്. ഉസ്മാൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. ഈ കാട് വെട്ടിത്തെളിക്കുന്നതും പിന്നെ കുന്ന് ഇടിച്ച് നിരത്തുന്നത് കൊണ്ടല്ലേ ഈ ചൂട് വർദ്ധിക്കുന്നതും സൂര്യാഘാതം ഉണ്ടാകുന്നതും? സൂര്യാഘാതത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞ നമ്മുടെ അന്തരീക്ഷത്തിൽ ക്രമാതീതമായി ഉണ്ടാകുന്ന ചൂടിൽ ഉണ്ടാകുന്ന വർധനമാണ്.
അത് ഈ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകുന്ന പല കാരണങ്ങൾ കൊണ്ട്, മഴയുടെ ലഭ്യതയിലുള്ള കുറവ്, അതുപോലെ തന്നെ കാറ്റുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെയുള്ള ഗ്ലോബൽ വാർമിംഗ് പോലത്തുള്ള പ്രതിഭാസത്തിന്റെ ഭാഗമായാണ് ചൂട് കൂടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സൂര്യാഘാതം. അതിനോട് നമുക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി അതിനോടുള്ളൊരു ഹീറ്റ് സ്ട്രെസ്സിനോടുള്ള റെസ്പോണ്ട് ഭാഗമായാണ് കൂടുതലായി ഹീറ്റ് സ്ട്രോക്ക് അഥവാ സൂര്യാഘാതം ഉണ്ടാവുന്നത്. പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, ഈ സൂര്യാഘാതത്തെക്കുറിച്ചുള്ള അവബോധക്കുറവ് പലരിലും ഉണ്ടാവാറുണ്ട്. ഈ അവബോധക്കുറവ് കാരണം പലപ്പോഴും കൃത്യമായ രോഗനിർണയം ഇല്ലാതെ പോകുന്നുണ്ടോ? അതുപോലെ ഈ സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സൂര്യാഘാതത്തിനെ കുറിച്ച് ഇപ്പോൾ കൂടുതലായി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതായിട്ടാണ് എൻ്റെ അറിവുള്ളത്. പ്രധാനമായും ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന ക്രമാതീതമായ വർധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നോർമൽ ഒരു ടെമ്പറേച്ചർ ഒരു 36 മുതൽ 38 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഈ ഹീറ്റ് സ്ട്രോക്ക് വേണമെങ്കിൽ ഒരു 40 ഡിഗ്രി സെൽഷ്യസിലെങ്കിലും പെട്ടെന്ന് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുകയാണ് ചെയ്യുന്നത്. അതിന്റെ കൂടെ നേരത്തെ പറഞ്ഞതുപോലെ പല അവയവങ്ങളെയും ഈ ഹീറ്റ് സ്ട്രോക്കിന്റെ ഭാഗമായി പ്രശ്നങ്ങൾ ഉണ്ടാവാമെങ്കിലും നമുക്ക് പുറമേ കാണുന്ന ലക്ഷണങ്ങൾ കൂടുതൽ നാഡീവ്യൂഹവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് സൂര്യാഘാതം എന്നൊരു പേര് തന്നെ, അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് എന്ന രീതിയിൽ അതിന്റെ പേര് തന്നെ വന്നിരിക്കുന്നത്. ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതിനോട് കറക്റ്റായി റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കൈക്കോ കാലിനോ തളർച്ച ഉണ്ടാവുക, നടക്കുമ്പോൾ വേച്ചു പോവുക, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ആൾക്കാരിലേക്ക് അപസ്മാരം മുതൽ അബോധാവസ്ഥ വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഇടപെടുകയാണ്, ഇതിലോട്ട് തിരിച്ചു വരാം. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. സുകുമാരനാണ് നിലമ്പൂരിൽ നിന്ന്. സുകുമാരൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. കേൾക്കാം, പറഞ്ഞോളൂ. ഡോക്ടർ നമസ്കാരം, നിലമ്പൂരിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ വിളിച്ചത് ഒരു സംശയം തീർക്കാനാണ്. ഈ വേനൽക്കാലത്തൊക്കെ നമ്മൾ അമിതമായി ചൂട് ഏറ്റ് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോഴേ അമിതമായി ചൂടേറ്റ് വിയർത്ത് കുളിച്ച് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോ ഈ ഫാനിന്റെ ചോട്ടിലിരിക്കുന്നത് പിന്നെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നറിയാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ അടച്ചിട്ട റൂമുകളിലേക്ക് പെട്ടെന്ന് നമ്മൾ കയറുമ്പോൾ സ്വാഭാവികമായിട്ടും ചൂട് കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. അതാണ് ഞാൻ നേരത്തെ കൺഫൈൻമെന്റ് ഹൈപ്പർ പൈറക്സിയ എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് കുറക്കാനായിട്ട് ആദ്യമേ വായു പ്രവാഹം കൂടുതൽ റൂമുകൾ ഉറപ്പിക്കുക എന്നതാണ് അതിന് ചെയ്യാൻ പറ്റുന്ന പ്രതിവിധി. അതായത് നമ്മൾ കംപ്ലീറ്റ് ആയി അടച്ച് ഇടുന്നതിന് പകരം ആവശ്യത്തിന് വായു പോകാനുള്ള പാത നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള വേണ്ടി നമുക്ക് ഫാനും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. പ്രേക്ഷകന് വ്യക്തമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഡോക്ടർ, നമ്മൾ സൂര്യാഘാതത്തിന്റെ ലക്ഷണത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡോക്ടർക്ക് തുടരാം. ഓക്കെ. അപ്പം ഈ പറഞ്ഞതുപോലെ നാഡീവ്യൂഹ സംബന്ധമായ പ്രശ്നങ്ങളാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ആ സീരിയസ് ആയുള്ള ഘട്ടങ്ങളിൽ അപസ്മാരവും അതേപോലെ അബോധാവസ്ഥ വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ചെറിയ ലക്ഷണങ്ങളാണെങ്കിൽ ഈ ശരീരത്തിന്റെ ചൂട് കൂടുന്നതിനൊപ്പം തലവേദന, ഛർദി, ഓക്കാനം, അതുപോലെ നമ്മുടെ മസിൽ പെയിൻ, ബോഡി പെയിൻ, ഇതൊക്കെയാണ് മറ്റ് ലക്ഷണങ്ങളായിട്ട് കൂടുതലായിട്ട് കാണാനുള്ളത്. ഇത് നമ്മൾ കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പേഷ്യന്റെ ഹൃദയമിടിപ്പ് വളരെ കൂടുതലായിരിക്കാം, ശ്വാസോച്ഛ്വാസ നിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ചില ആൾക്കാരിൽ നിർജ്ജലീകരണത്തിന്റെ ഭാഗമായും അതേപോലെ ഇതിന്റെ മറ്റ് എഫക്റ്റുകളുടെ ഭാഗമായിട്ടും BP വരെ കുറയാനുള്ള സാധ്യതയുണ്ട്. ഇത് സൂര്യാഘാതം കണ്ടുപിടിക്കുന്നതിനായി പ്രത്യേക ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാ വ്യക്തിയുടെ കൂടെ വരുന്നവരോ നൽകുന്ന വിവരണങ്ങളുടെയും പരിശോധനകളുടെയും ക്ലിനിക്കൽ പരിശോധനകളുടെയാണ് നമ്മൾ ഈ പറഞ്ഞ നിഗമനങ്ങളിലേക്ക്, അതായത് ഇത് ഹീറ്റ് സ്ട്രോക്ക് ആണ് അല്ലെങ്കിൽ സൂര്യാഘാതമാണ് എന്ന നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷെ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഈ ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൂര്യാഘാതം ഉള്ളൊരു പേഷ്യന്റിന് സ്വാഭാവികമായിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അത് എത്രത്തോളം ഈ ചൂട് കൂടിയതിന്റെ ഭാഗമായിട്ട് നമ്മുടെ മറ്റ് അവയവങ്ങൾ, ഈ കിഡ്നി അല്ലെങ്കിൽ അതുപോലെ കരൾ എന്ന അവയവങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാനുള്ള ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. അതുകൂടാതെ ശരീരത്തിലെ ലവണങ്ങളുടെ അംശം, അതായത് സോഡിയം, പൊട്ടാസ്യം പോലുള്ള ലവണങ്ങളുടെ അംശങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ എന്നറിയാനുള്ള രക്തപരിശോധനകൾ നമുക്ക് നടത്തേണ്ടതായിട്ട് വരാം. വ്യക്തമാണ് ഡോക്ടർ. ഈ ഹീറ്റ് സ്ട്രോക്കിനെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? എല്ലാ അസുഖങ്ങളിലും എന്നതുപോലെ തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അതായത് നമ്മൾ പ്രിവെൻഷൻ എടുക്കുന്നതാണ് എപ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നതിനേക്കാൾ എപ്പോഴും നല്ലതായിട്ടുള്ളത്. ഐഡിയലി നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ പ്രകാരം രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളാണ് ഏറ്റവും കൂടുതൽ സൂര്യരശ്മികൾ ഭൂമിയിൽ എത്തുന്നതും ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നതും. അതുകൊണ്ട് കഴിയുന്നതും ഈ സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒഴിവാക്കുന്നതാണ് അഭികാമ്യം. ഇനി അത്യാവശ്യമായി ഇറങ്ങേണ്ടവരാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സൂര്യരശ്മികൾ ഏൽക്കാതെ തടയാനായി കുടകളോ മറ്റോ ഉപയോഗിക്കുന്നത് നല്ലതാണ്. കൂടാതെ കഴിയുന്നതും ഷെയ്ഡുകൾ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ അഭയം പ്രാപിക്കുന്നതും നല്ലതായിരിക്കും.
പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൂര്യാഘാതം കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പ് പ്രായം ചെന്നവരിലാണ്. അവരിൽ കഴിയുന്നതും വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും ഒന്നുകിൽ ഫാനിന് താഴെയായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ വായു പ്രവാഹമുള്ള റൂമുകളിൽ ഇരുന്നു കഴിഞ്ഞാൽ സൂര്യാഘാതത്തിന്റെ സാധ്യത കുറക്കാൻ വേണ്ടി സാധിക്കും. ഇത് കൂടാതെ നോർമലി ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഭക്ഷണ രീതികളിലും അതേപോലെ തന്നെ വസ്ത്രധാരണ രീതികളിലും അതുപോലെ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്ന ഔട്ട്സൈഡ് ആക്ടിവിറ്റികളിലും ചില നിയന്ത്രണങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സൂര്യാഘാതം വരുന്ന ഒരു പരിധിവരെ തടയാൻ വേണ്ടി പറ്റും. ഭക്ഷണ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു നമ്മുടെ ഒരു പ്രശ്നം നിർജ്ജലീകരണം ഉണ്ടാവുന്നുണ്ട്. അപ്പം അത്രയും നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ നമ്മുടെ ജലാംശം കുറഞ്ഞ നികത്താനായി നമ്മൾ കൂടുതലായി വെള്ളം കുടിക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ നമ്മുടെ വിയർപ്പിൽ കൂടെ നഷ്ടപ്പെടുന്ന ജലാംശം മാത്രമല്ല, മറ്റ് ലവണങ്ങളും സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, ക്ലോറൈഡ് അതുപോലെയുള്ള ലവണങ്ങളും കൂടുതലായിട്ട് വിയർപ്പിന്റെ കൂടെ നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ സാധാ പ്ലെയിൻ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ജലാംശം മാത്രമേ നമുക്ക് നോർമലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്ക് ഈ സൂര്യാഘാതം നല്ല ചൂടുള്ള സമയങ്ങളിൽ ഉപ്പിട്ട നാരങ്ങ വെള്ളം, മോരുവെള്ളം അതുപോലെ പ്രകൃതിദത്തമായ ശീതളപാനീയങ്ങൾ കുടിക്കുന്നത് നല്ലതാണ്. പക്ഷെ കഫീൻ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ, അതായത് ചായ, കാപ്പി, അതേപോലെ തന്നെ കാർബണേറ്റഡ് ഡ്രിങ്ക്സുകൾ, ജങ്ക് ഫുഡുകൾ, ഇതൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിലെ ഊഷ്മാവ് കൂട്ടുന്ന കാര്യങ്ങളാണ്. ഇത് ഈ ഒരു സമയങ്ങളിൽ കുറയ്ക്കുന്നതാണ് നല്ലത്. അതുകൂടാതെ വസ്ത്രധാരണത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബോഡി കൂടുതലായിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ മെക്കാനിസം വഴിയാണ് ചൂട് കുറയ്ക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ നടക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അയഞ്ഞ അതേപോലെ ലൈറ്റ് കളർ ആയിട്ടുള്ള കോട്ടൺ ഡ്രസ്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ ഔട്ട്സൈഡ് ആക്ടിവിറ്റി, നമുക്കിപ്പം കൽപ്പണിക്കാരുണ്ടാവും, അതുപോലെ പുറത്ത് ജോലി എടുക്കുന്നവരുണ്ടാവും. അവര് ഇത്രയും ചൂടുള്ള സമയങ്ങളിൽ നമ്മുടെ ബോഡിക്ക് ആ ചൂടിനോട് അഡാപ്റ്റ് ചെയ്യാനുള്ള കുറച്ച് സമയം നൽകുകയാണ് ഇതിന് ഏറ്റവും ഉചിതമായ കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായി ജോലി എടുക്കുക. അതായത് ആദ്യം ഒരു അരമണിക്കൂർ ചൂടിൽ എടുത്തതിന് ശേഷം നന്നായി റെസ്റ്റ് എടുത്ത് അടുത്തൊരു 45 മിനിറ്റ് അങ്ങനെ സമയം കൂട്ടി കൊണ്ടുവന്ന് ബോഡിക്ക് ആ ചൂടിനോട് റെസ്പോണ്ട് ചെയ്യാൻ, അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ ഈ സൂര്യാഘാതത്തെ ഒരു പരിധിവരെ നമുക്ക് വരുന്നത് തടയാൻ വേണ്ടി പറ്റും. ഡോക്ടർ, സൂര്യാതാപമേറ്റാൽ ഉടൻ ചെയ്യേണ്ടത് എന്താണ്? പ്രാഥമിക ശുശ്രൂഷയെക്കുറിച്ചൊന്ന് വ്യക്തമാക്കാമോ? സൂര്യാഘാതത്തിന്റെ പ്രത്യാഘാതം പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് എത്രത്തോളം സമയം ഈ ചൂട് കൂടിയ അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കോർ ടെമ്പറേച്ചർ കൂടുതലായ അവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡിലാണെങ്കിലും നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് കൂടിയ ആ ശരീര താപനിലയെ എത്രയും പെട്ടെന്ന് കുറച്ചു കൊണ്ടുവരിക എന്നതിൽ തന്നെയാണ്. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഒരാൾക്ക് ഒരു സൂര്യാഘാതം ഏൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് മാറ്റി ഏറ്റവും നല്ല ഒരു കൂളായിട്ടുള്ള ഒരു ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വേണം കിടത്താനായിട്ട്. അതിനുശേഷം പേഷ്യന്റ് ബോധമുള്ള സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അവരെ നല്ല രീതിയിൽ വെള്ളം കൊടുത്ത് നന്നായിട്ട് ശരീരത്തിൽ നിർജ്ജലീകരണം തടയാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി ബോധമില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ ഒരിക്കലും നിർബന്ധിച്ച് വെള്ളം കൊടുക്കൽ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടാക്കുന്നത്. അതുകൂടാതെ ഏറ്റവും പെട്ടെന്ന് തന്നെ ചൂട് കുറയ്ക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതിലൊന്നാമത് പേഷ്യന്റിനെ ഇതുപോലെ മാറ്റി കിടത്തിയതിനു ശേഷം ഡ്രസ്സുകളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കും. അതിനുശേഷം കൂടുതലായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് ആ സ്പ്രേ ചെയ്ത വെള്ളത്തെ ബാഷ്പീകരിക്കാനായി ഫാനിന്റെ കീഴിലോ മറ്റോ കിടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ചൂട് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഇനി അതല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഇല്ലെങ്കിൽ അടുത്തായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു തുണി വെള്ളത്തിൽ നനച്ചതിന് ശേഷം അത് വെച്ച് ശരീരം മുഴുവനായി നനച്ച് തുടച്ചു കൊടുക്കുക. അതും പറ്റുന്നില്ലെങ്കിൽ ഐസ് പാക്ക് തുണിയിലോ മറ്റോ വെച്ച് നമ്മുടെ കക്ഷത്തിലും അതുപോലെ ബോഡി പാർട്ടിലും വെച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു മെഡിക്കൽ സഹായത്തിലേക്ക് നീങ്ങുക എന്നതാണ് ഏറ്റവും നല്ല ഒരു ഫസ്റ്റ് എയ്ഡ് ഓപ്ഷൻ ആയിട്ട് ഉള്ളത്. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ചെങ്ങന്നൂരിൽ നിന്ന് വികാസ് ആണ്. വികാസ്, ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, എനിക്കൊരു സംശയമുള്ളതാണ് സാറേ. കേൾക്കാം. നമ്മളിപ്പം സൂര്യാഘാതം ഏൽക്കുകയാണെങ്കിൽ നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ശരീരത്ത് ഈ താപത്തിന്റെ ഇത് വരുമോ സാറേ? അപ്പൊ നമ്മള് പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും പെട്ടെന്ന് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ എത്ര സമയത്തിനുള്ളിലാണ് നമ്മള് സൂര്യാഘാതത്തിന്റെ എഫക്ട് നമ്മുടെ ശരീരത്ത് വരുന്നത് സാറേ? കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര മണിക്കൂർ അല്ലെ ഇത്ര നേരം അങ്ങനെ ഉണ്ടോ സാറേ സൂര്യന്റെ ചൂടേറ്റ് കഴിഞ്ഞാല്? അതായത് ഞാൻ പറഞ്ഞു, അതായത് ഓരോരുത്തരിലും ആ സൂര്യാഘാതം ഏൽക്കാനുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബോഡിയുടെ തെർമോ റെഗുലേഷൻ മെക്കാനിസം വ്യത്യാസമായിരിക്കും. ഇപ്പൊ ചൂടില് കുറെ നിന്ന് പരിചയമുള്ള, ഇപ്പം പുറം രാജ്യങ്ങളിലൊക്കെ നിന്ന് പരിചയമുള്ള ചൂട് താങ്ങാനുള്ള കഴിവ് കൂടുതലായിരിക്കും. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും ഹൈ ടെമ്പറേച്ചറിൽ അഡാപ്റ്റഡ് ആയിരിക്കും.
പക്ഷെ നമ്മളൊരു തണുത്ത അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ അഡാപ്റ്റേഷൻ കുറച്ച് സമയം കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ സൂര്യാഘാതം തടയാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരിലും സൂര്യാഘാതം ഉണ്ടാവാൻ എടുക്കുന്ന ടെമ്പറേച്ചറും അതേപോലെ സമയവും വ്യത്യാസമായിരിക്കും. പിന്നെ സൂര്യാഘാതം ഉണ്ടായി കഴിഞ്ഞുള്ള ലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ എന്താണ് ഫസ്റ്റ് എയ്ഡ് എന്ന കാര്യങ്ങളും ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ശരീര താപനില കുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, അതാണ് ഈ പറഞ്ഞ മെത്തേഡുകളിലൂടെ ശരീര താപനില കുറക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഉള്ളത്. ഡോക്ടർ, സൂര്യാഘാതത്തിന്റെ തുടർ ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? എത്ര നാൾ കൊണ്ട് ഇത് റിക്കവറി ആവും? സൂര്യാഘാതം ആയ ഒരു പേഷ്യന്റ് അത്യാഹിതത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് ABC അപ്രോച്ച് അഥവാ എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ അപ്രോച്ചും അതേപോലെ തന്നെ അതിന് പാരലൽ ആയിട്ട് എത്രയും പെട്ടെന്ന് ടെമ്പറേച്ചർ കുറക്കാനുള്ള, അതായത് ബോഡിയുടെ ടെമ്പറേച്ചർ കുറക്കാനുള്ള കാര്യങ്ങൾ റാപ്പിഡ് കൂളിംഗ് ടെക്നിക്കുകളുമാണ് സാധാരണ രീതിയിൽ ചെയ്യുന്നത്. ABC അപ്രോച്ച് അഥവാ എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ അപ്രോച്ച് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് എന്തെങ്കിലും ജീവന് ഭീഷണിയായിട്ടുള്ള, പെട്ടെന്ന് തന്നെ ജീവന് ഭീഷണിയായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനടി അതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങൾ ചെയ്യുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ചിലപ്പോൾ സൂര്യാഘാതം ഏറ്റതിന്റെ ഭാഗമായിട്ട് പേഷ്യന്റെ ബോധാവസ്ഥ വളരെയധികം കുറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അപസ്മാരകം അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഷ്യന് ചില സമയങ്ങളിൽ വെന്റിലേറ്ററി സപ്പോർട്ടും കാര്യങ്ങളും വരെ വേണ്ടി വന്നേക്കാം. ഇനി BP അങ്ങനെയൊക്കെ കുറവാണെങ്കിൽ അത് കൂടാനായി ഡ്രിപ്പും കാര്യങ്ങളും നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നേക്കാം. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ABC അല്ലെ എയർവേ ബ്രീതിങ് സർക്കുലേഷൻ അപ്രോച്ചിൽ കാര്യമായിട്ട് ചെയ്യുന്നത്. അതിന് പാരലായിട്ട് തന്നെ ടെമ്പറേച്ചർ കുറക്കാനുള്ള കാര്യങ്ങൾ, റാപ്പിഡ് കൂളിംഗ് ടെക്നിക്കുകൾ കൂടി നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സാധാരണ ഇന്നത്തെ നമ്മുടെ ഒരു അത്യാഹിത വിഭാഗത്തിൽ പല ഹോസ്പിറ്റലുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇവാപറേറ്റീവ് കൂളിംഗ് എന്ന് പറയുന്നത്. ഇവാപറേറ്റീവ് കൂളിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം മുഴുവനായി ഡ്രസ്സുകളൊക്കെ മാറ്റിയതിനു ശേഷം നമ്മൾ തണുത്ത വെള്ളം അല്ലെങ്കിൽ സാധാ ടെമ്പറേച്ചറുള്ള വെള്ളം ശരീരത്തിൽ മൊത്തമായി സ്പ്രേ ചെയ്യുന്നു. അതിനുശേഷം ഒരു ഫാൻ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ബാഷ്പീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതാണ് ഇവാപറേറ്റീവ് കൂളിംഗിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം പുറം രാജ്യങ്ങൾ, ഇപ്പം ഗൾഫ് രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ സൂര്യാഘാതം കൂടുതലുള്ള ഏരിയകളിൽ ഇതേപോലത്തെ ഇവാപറേറ്റീവ് കൂളിംഗ് പ്ലാന്റുകൾ, ഇപ്പം മക്ക അവിടെയൊക്കെ കൂടുതലായി സൂര്യാഘാതം റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെയൊക്കെ മക്ക കൂളിംഗ് പ്ലാന്റുകൾ തന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അവിടെ ഒരു ഷവറിൽ ഈ പറഞ്ഞതുപോലെ വെള്ളം നമ്മുടെ ബോഡിയിലേക്ക് സ്പ്രേ ചെയ്യും. വലിയ വലിയ ടർബൈൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കൂടുതലായിട്ട് ഇവാപറേറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ബോഡിയുടെ ടെമ്പറേച്ചർ ഈ പറഞ്ഞ 36-നേക്കാളും താഴേക്ക് വരെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും മോണിറ്റർ ചെയ്ത് വേണം ഈ പറഞ്ഞ ഇവാപറേറ്റീവ് കൂളിംഗ് കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ളത്. ഇനി മറ്റൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൂളിംഗ് ടബ്, അത് വിദേശ രാജ്യങ്ങളിലൊക്കെ കൂടുതലായി കാണപ്പെടുന്ന ഒരു കാര്യമാണ് കൂളിംഗ് ടബ്. അത് സാധാ നമ്മുടെ ബാത്ത് ടബ് പോലെ ഒരു ടബിൽ മുഴുവൻ വെള്ളം എടുത്തതിന് ശേഷം നമ്മുടെ ബോഡി കംപ്ലീറ്റ് അതിലേക്ക് ഇമേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ കഴുത്തും അതേപോലെ കഴുത്തിന് മുകളിലെ ഭാഗം പുറമേ വരത്തക്ക രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഇമേഴ്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്തതായിട്ടുള്ള മെത്തേഡാണ് പല കൂളിംഗ് ബ്ലാങ്കറ്റുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അതുകൂടാതെ ഈ പറഞ്ഞതുപോലെ ഫ്ലൂയിഡ് കൊടുക്കുമ്പോൾ തണുത്ത അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിനേക്കാളും കുറച്ച് താഴെയുള്ള ഫ്ലൂയിഡുകൾ കൊടുത്തും നമുക്ക് ടെമ്പറേച്ചർ കുറക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഇതൊന്നും സക്സസ്ഫുൾ ആയില്ല എങ്കിൽ, അതേപോലെ വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിലാണെങ്കിൽ മറ്റ് ചില മാർഗങ്ങളും കൂടി നമുക്കുണ്ട്. അത് ഒന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു മൂക്ക് കൂടെ ട്യൂബ് ഇട്ടതിന് ശേഷം ആന്തരികമായിട്ടുള്ള താപനില കുറക്കാനായിട്ട് അതിലേക്ക് തണുത്ത വെള്ളം വെച്ച് നമ്മുടെ ആമാശയം എല്ലാം കഴുകി നോക്കാം. അതൊരു ഓപ്ഷനാണ്. പിന്നെ രണ്ടാമതായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്രനാളി കൂടെ ഒരു ട്യൂബ് ഇട്ടതിന് ശേഷം മൂത്രസഞ്ചി തണുത്ത വെള്ളം വെച്ച് ഇറിഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കഴുകുക. ഇങ്ങനെയൊക്കെയാണ് ആന്തരികമായിട്ടുള്ള ചൂട് കുറക്കാനുള്ള മറ്റു മാർഗങ്ങൾ. പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇവാപറേറ്റീവ് കൂളിംഗ് അതേപോലെ തന്നെ കൂളിംഗ് ടബ് എന്നീ മെത്തേഡുകളാണ് കൂടുതലായിട്ടും ഇന്ന് ഉപയോഗിച്ചു വരുന്നത്. ശരി ഡോക്ടർ, മറ്റു രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന വ്യക്തികൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്? മറ്റു രോഗികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരിൽ കൂടുതലായിട്ട് ഈ സൂര്യാഘാതം വരാനുള്ള സാഹചര്യം കൂടുതലാണ്. അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരുന്നുകൾ നമ്മുടെ ഈ ഡിഫൻസീവ് മെക്കാനിസം, അതായത് തെർമോ റെഗുലേറ്ററി മെക്കാനിസത്തിന് ചില സമയങ്ങളിൽ ഇന്റർഫിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം വൃക്ക രോഗികളിൽ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗികളൊക്കെ ജലാംശം കെട്ടിക്കിടക്കുന്ന കുറയാനായുള്ള ചില മരുന്നുകൾ കഴിക്കും. പക്ഷെ അതിനനുസരിച്ച് നമ്മളെ ബോഡിയിൽ തിരിച്ച് ഹൈഡ്രേഷൻ കറക്റ്റായി കൊടുത്തില്ല എങ്കിൽ അത് നിർജ്ജലീകരണം, അത് സൂര്യാഘാതം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതേപോലെ ഹൃദയത്തിന് ഇടിപ്പ് കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ വിയർപ്പ് ഉണ്ടാകുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ എതിരായി നിൽക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ കഴിവതും ഈ ചൂടുള്ള സാഹചര്യങ്ങൾ കഴിവതും ഒഴിവാക്കുക.
അതേപോലെ തന്നെ കൂടുതലായി വീടുകളിൽ തന്നെ സമയം ചെലവഴിക്കുക. അതും ഒരു നല്ല വായു സഞ്ചാരമുള്ള റൂമിൽ തന്നെ വേണം. ആവശ്യത്തിന് വെള്ളം കുടിക്കുക. അതിനോടൊപ്പം ഈ പറഞ്ഞ പോലെയുള്ള ഭക്ഷണത്തിന്റെയും വസ്ത്രധാരണത്തിന്റെയും കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കുക. ശരി ഡോക്ടർ, വ്യക്തമാണ്. സൂര്യാഘാതത്തെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ചേർന്നത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ ഹേമന്താണ്. ഡോക്ടർ നന്ദി. താങ്ക് യു. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.